മൊബൈൽ ഫോണിൽ ദിവസവും ഉപയോഗിക്കുന്ന ആപ്പുകൾ ഒരുപാടുണ്ട്. വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഗൂഗിൾ പേ എന്നിങ്ങനെ. പക്ഷേ നമ്മുടെ സർക്കാർ സേവനങ്ങൾക്കും രേഖകൾക്കും ബാങ്കിംഗ് ഇടപാടുകൾക്കും ഉപയോഗപ്രദമായ ചില ഒഫീഷ്യൽ ആപ്സ് നിങ്ങളുടെ ഫോണിലുണ്ടോ? ഒരു സർക്കാർ രേഖ ആവശ്യമുള്ളപ്പോൾ ഓഫീസിൽ പോകേണ്ട സാഹചര്യം, ആധാർ വിവരങ്ങൾ പരിശോധിക്കേണ്ടി വരുമ്പോൾ, EPFO സേവനം ഉപയോഗിക്കേണ്ടി വരുമ്പോൾ, ഒരു ഡിജിറ്റൽ ഡോക്യുമെന്റ് പെട്ടെന്ന് കാണിക്കേണ്ടി വരുമ്പോൾ, ഇത്തരം പല കാര്യങ്ങൾക്കും മൊബൈൽ ഫോണിലൂടെ തന്നെ സേവനം ലഭിക്കുന്ന ഒഫീഷ്യൽ ഗവൺമെന്റ് പ്ലാറ്റ്ഫോംസ് ഇന്ന് നിലവിലുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഫോണിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില സർക്കാർ ആപ്പുകൾ ഏതൊക്കെയാണെന്നും അവ എന്തുകൊണ്ട് എന്നുള്ള കാര്യങ്ങളും ഒന്ന് പരിശോധിക്കാം. ഒന്നാമത്തേത് ഡിജി ലോക്കറാണ്. നിങ്ങളുടെ പ്രധാന രേഖകളെല്ലാം ഒരൊറ്റ ആപ്പിൽ കിട്ടുമെന്നതാണ് ഇതുകൊണ്ടുള്ള പ്രയോജനം. ഡ്രൈവിംഗ് ലൈസൻസ്, വാഹന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ, ഇൻഷുറൻസ് രേഖകൾ തുടങ്ങിയവ ഡിജിറ്റലായി സൂക്ഷിക്കാനും എളുപ്പത്തിൽ ഉപയോഗിക്കാനും ഡിജി ലോക്കർ നിങ്ങളെ സഹായിക്കും. ഇതിലെ രേഖകൾക്ക് നിയമപരമായ സാധുതയുള്ളതിനാൽ പലയിടത്തും ഒറിജിനൽ രേഖകൾ കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. വിദ്യാർത്ഥികൾക്കും ജോലി അന്വേഷിക്കുന്നവർക്കും സ്ഥിരമായി യാത്ര ചെയ്യുന്നവർക്കും ഇത് വളരെ ഉപകാരപ്രദമാണ്. രണ്ടാമത്തേത് ഭീം ആപ്പാണ്. ലളിതമായ ഒരു UPI ആപ്പാണ് നിങ്ങൾ തിരയുന്നത് എങ്കിൽ ഭീം ആപ്പ് വളരെ മികച്ച ഓപ്ഷനാണ്. പണം അയക്കാനും സ്വീകരിക്കാനും, QR കോഡ് സ്കാൻ ചെയ്യാനും, കടകളിൽ പണമടയ്ക്കാനും, ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യാനും ഈ സർക്കാർ ആപ്പ് വഴി നിങ്ങൾക്ക് സാധിക്കും. UPI നെറ്റ്വർക്ക് വഴി പ്രവർത്തിക്കുന്നതിനാൽ എപ്പോൾ വേണമെങ്കിലും ഇടപാടുകൾ നടത്താനും സാധിക്കും. മൂന്നാമത്തേത് ഓരോ സർക്കാർ വകുപ്പുകൾക്കുമായി വ്യത്യസ്ത ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിനു പകരം നിരവധി സേവനങ്ങൾ ഒറ്റയിടത്ത് ലഭ്യമാക്കുന്ന ആപ്പാണ്. യൂണിഫൈഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഫോർ ന്യൂ ഏജ് ഗവേണൻസ്. EPFO സേവനങ്ങൾ, പെൻഷൻ വിവരങ്ങൾ, കറണ്ട് വാട്ടർ ബില്ലുകൾ, ഗ്യാസ് ബുക്കിംഗ്, പാസ്പോർട്ട് സേവനങ്ങൾ തുടങ്ങിയവയെല്ലാം ഇതിലൂടെ ചെയ്യാൻ സാധിക്കും. നാലാമത്തെ ആപ്പ് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട് ആണ്, അഥവാ ABHA ആപ്പ്. സർക്കാരിന്റെ ഡിജിറ്റൽ ഹെൽത്ത് മിഷന്റെ ഭാഗമായി ഒരു വ്യക്തിഗത ഡിജിറ്റൽ ഹെൽത്ത് ID സൃഷ്ടിക്കാൻ ABHA ആപ്പ് നിങ്ങളെ സഹായിക്കും. പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ആശുപത്രികൾക്കും ഡോക്ടർമാർക്കും നിങ്ങളുടെ ആരോഗ്യ വിവരങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കാനും ഇത് സഹായിക്കും. തുടർച്ചയായി ചികിത്സ തേടുന്നവർക്കും പല ആശുപത്രികൾ സന്ദർശിക്കുന്ന രോഗികൾക്കും ഈ ആപ്പ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അഞ്ചാമത്തെ ആപ്പ് ആധാർ ആണ്. ആധാർ വിവരങ്ങൾ വിരൽത്തുമ്പിൽ ലഭ്യമാക്കുന്ന ആപ്പാണിത്. ആധാർ കാർഡിന്റെ ഡിജിറ്റൽ രൂപം ഫോണിൽ കൊണ്ടു നടക്കാൻ ആധാർ ആപ്പ് നിങ്ങളെ സഹായിക്കും. ആധാർ സംബന്ധമായ സേവനങ്ങൾ ലഭ്യമാക്കാനും വിവരങ്ങൾ പുതുക്കാനും ആധാർ എൻറോൾമെന്റ് കേന്ദ്രങ്ങൾ കണ്ടെത്താനും ഇതിലൂടെ സാധിക്കും. തിരിച്ചറിയൽ രേഖ ആവശ്യമുള്ള എവിടെയും ഡിജിറ്റൽ ആധാർ ഉപയോഗിക്കാൻ ഇതിലൂടെ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. ഇവിടെ ഒരു പ്രധാനപ്പെട്ട മുന്നറിയിപ്പുണ്ട്. പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ സെർച്ച് ചെയ്യുമ്പോൾ ഗവൺമെന്റ് ആപ്സിന്റെ പേരിൽ ഫേക്ക് ആപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിന് മുൻപ് ഡെവലപ്പർ നെയിം കൃത്യമായും പരിശോധിക്കുക. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന ആപ്പ് ലിങ്ക് ഉപയോഗിക്കുക. അധികം പെർമിഷൻസ് ചോദിക്കുന്ന ആപ്പ് ആണെങ്കിൽ അത് പൂർണ്ണമായും ഒഴിവാക്കുക. അപരിചിതമായ APK ഫയൽ വഴി സർക്കാർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് ആധാർ, ബാങ്കിംഗ്, ഹെൽത്ത് തുടങ്ങിയ സെൻസിറ്റീവ് വിവരങ്ങൾ നൽകേണ്ട ആപ്പ് ആണെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കുകയും വേണം. പുതിയൊരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.